ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് കടക്കാം. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അവനിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇഫാൻ ഗെയിം കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഗെയിം ത്രൂ അവളെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നും ഇവൻ പ്ലാൻ ഇടുന്നു. അങ്ങനെ അവന് കഷ്ടപ്പെട്ട് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഐഡിയ അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെയും കൂട്ടിയിട്ട് ഒരു ഗെയിം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഇവനിങ്ങനെ ആദ്യത്തിൽ തുടക്കത്തിലൊന്നും അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങനെ കളിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇഫാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ആ ഒരു ഗെയിമിൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. അവൾ ആരോടെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അത് കണ്ടതും ഇവിടെ യാന് ഭയങ്കര ഇൻട്രസ്റ്റായി. പെട്ടെന്ന് തന്നെ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അവളിപ്പോൾ ഹൈ ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ലെവല് വളരെ കൂടുതലാണ് ഇവനെ അപേക്ഷിച്ച്. ഇവനെ അതുകൊണ്ട് തന്നെ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവനെ ഒന്നും നോക്കിയില്ല, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവൻ്റെ ലെവല് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സിസ്റ്റർ അവനെ ഓരോ ആവശ്യത്തിന് വിളിക്കുന്നുണ്ട്, അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഇവന് അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. അവൻ ഭയങ്കര കളിയിലാണ്. അവസാനം ഇവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പിറുപിറുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇവൻക്ക് ഇവളെയൊക്കെ ഭയങ്കര ശല്യമായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ അവൻ്റെ റൂമിൽ നിന്നെല്ലാം പുറത്താക്കുന്നുണ്ട്. പിന്നെ അമ്മ താഴെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അവരുടെ ആൻറ്റിയും അങ്കിളൊക്കെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങണം എന്ന് പറയുമ്പോഴും ഇവനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവന് ആ ഒരു ഗെയിം തന്നെയാണ് ഫുൾ ടൈമായിട്ട്. അങ്ങനെ ഏകദേശം ആ ഒരു ലെവൽ വരെ അവന് എത്തിച്ചു. ശേഷം അവളുടെ ആ ഒരു ഹെൽപ്പ് റിക്വസ്റ്റും അവന് തന്നെ കൊടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് അവളുടെ എല്ലാ ഹെൽപ്പും ഇവൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ യാനും ഇഫാനും കൂടെ അവരൊരു ചെറിയ ഡേറ്റിങ്ങിലാണല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ ആ ഒരു ഫെറിക് വീൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫെറിക് വീലിൽ കയറാമെന്ന്. അങ്ങനെ ആ ഒരു പരിപാടിയിലാണ് ഇവിടെ അവന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇഫാനാണെങ്കിലോ അവൾ കയറാൻ വേണ്ടിയിട്ട് വാരി നിൽക്കുകയാണ്. എന്നാൽ ഇവൻ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇഫാൻ. പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു പിക്ക് അവൻ അറിയാതെ എടുക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൻ അത് തിരിഞ്ഞതും അവനിക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് അവന് ചിരിച്ചുകൊണ്ട് ഇവളുടെ ബാക്കിൽ വന്ന് അങ്ങനെ നിൽക്കും. എന്നിട്ട് ചോദിക്കും എന്താ നിനക്കൊരു കള്ളത്തരമെന്ന്. എന്നാൽ അവൾ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുകയാണ്. ഇനി ഇവിടെ ആ ഒരു ഫെറിക് വീലിൽ കയറാനാണെങ്കിലോ ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നിട്ട് അവൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ അതിൽ കയറും. എന്നാൽ യാൻ്റെ കാര്യം അങ്ങനെയല്ല, അവനക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാൽ ഇവളുടെ ഇടയിൽ ആ ഒരു പേടി കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ ഇഫാൻ ഒരു സംശയം. എന്നിട്ട് ചോദിക്കും നിനക്ക് വല്ല പേടിയുണ്ടോയെന്ന്. അതിലവന് ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി തന്നെ പറയാണ് പേടിയോ, അങ്ങനെ ഒരു വേർഡ് എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന്. അത് കേട്ട് ഹിഫാൻ ഒന്ന് ചിരിക്കുകയാണ്. പണ്ട് ഇവൻ്റെ കൂടെ ഒരുപാട് ഗോസ്റ്റ് മൂവിയൊക്കെ കണ്ടതാണല്ലോ. അന്ന് ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവനക്ക് പേടിയില്ലെന്ന്. എന്നിട്ട് ആ ഒരു കാര്യം പറയുമ്പോൾ ഇവൻ പറയും ഗോസ്റ്റ് അതുപോലെയല്ല ഇത്. ഇനി ഫെറിക് വീലാണെങ്കിലോ അത് കറങ്ങി ഏകദേശം ടോപ്പിലെത്താനായി. എന്നാൽ നല്ല പേടിയുമുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഇവളുടെ അടുത്തോട്ട് വന്നിരിക്കും. എന്നിട്ട് പിന്നെ ഏകദേശം ഒരു ടോപ്പിലെത്തിയില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഇവളെ ഇങ്ങനെ കിസ്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവനിങ്ങനെ ഒരു മടിച്ചോണ്ട് ഇങ്ങനെ ഒരു ആകെ നാണം കൊണ്ട് ഇങ്ങനെ ഏതായാലും ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവൾക്കും ഇവൻ്റെ വരവ് കണ്ടപ്പോൾ എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുമുണ്ട്. അവൾക്കും ഏകദേശം മനസ്സിലായി തുടങ്ങി. അങ്ങനെ അടുത്തെത്തിയതും പെട്ടെന്നിതാ ഒരു കോള് വരുന്നത്, അതും അവൻ്റെ ഫ്രണ്ട്സ്. അവനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലോ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിച്ചതാണ്. ഇവന് ഭയങ്കര ദേഷ്യത്തോട് തന്നെ അതങ്ങോട്ട് കട്ട് ചെയ്യും. അവർ പറയുന്നതിൽ വല്ല കാര്യം ഇന്നും ഇല്ലെന്ന് കണ്ടിട്ട്. പിന്നെ ആ ഒരു കോളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീണ്ടും ആ ഒരു കിസ്സിങ് മോഡിലോട്ട് അവനിങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇഫാൻ പുറത്തോട്ട് നോക്കിയിട്ട് പറയുന്നത് നമ്മൾ ഏകദേശം ഇറങ്ങാറായെന്ന്. അത് കണ്ട് അവൻ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ തീർന്ന പോലെ ആ ഒരു ടൈമിംഗ് എല്ലാം ആ ഒരു കോളും കോളമാക്കി. അങ്ങനെ പിന്നെ അവന് ആ ഒരു കിസ്സിങ് ഒക്കെ ആകെ കോളമായി അങ്ങനെ പുറത്തോട്ട് വരികയാണ്, വല്ല മൂടൊന്നുമില്ലാതെ. അങ്ങനെ വരുമ്പോൾ ഇനി കുറച്ചുകൂടി സമയം ഇവർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒരു മൂവി കാണാമെന്നും ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ഒരു സെക്ഷനിലോട്ട് ഈ ഫെറിക് വീലിലോട്ട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേര് അവിടെ സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നത്. അതായത് ഈ ഫെറിക് വീലിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിസ് ചെയ്യുന്ന കപ്പിൾസ് അവർ ലൈഫിൽ ഒരിക്കലും പിരിയില്ല എന്ന് ഒരു റൂമറുണ്ട്. അതിവിടെ യാനും ഇഫാനും കേൾക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത്. എന്നാൽ ഇഫാന് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ഇനി നെക്സ്റ്റ് മൂവി ഏതാ കാണുക എന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാന് പെട്ടെന്ന് അവളെ പിടിച്ച് നിർത്തിയിട്ട് നമുക്ക് ഒരു റൗണ്ട് കൂടി പോയാലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഇവൾക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ ഇവൻ പറയും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു റൗണ്ടും കൂടി പോയിട്ട് പെട്ടെന്ന് വരാം, എന്നിട്ട് മൂവി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇവർ വീണ്ടും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടിക്കറ്റ് ആദ്യം കൊടുത്ത ആൾ ചോദിക്കും നിങ്ങളല്ലേ ഒരു തവണ കയറിയത് എന്ന് പറയുമ്പോൾ ഇഫാൻ കള്ളം പറയുകയാണ്
ഞങ്ങൾ ആക്ച്വലി അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി എന്ന്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനിയും വെറുതെ കയറുകയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ അവർ വീണ്ടും ഭയങ്കര എക്സൈറ്റഡോട് കൂടി തന്നെ ആ ഫെറിക് വീലിൽ വീണ്ടും കയറുകയാണ്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ രണ്ടുപേർക്കും നല്ല ഷെയിമുണ്ട്. രണ്ടുപേരും പരസ്പരം എന്തിനാണ് ഇവർ വീണ്ടും കയറിയത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും രണ്ടുപേർക്കും അറിയാം. അങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല നാണമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ പറയുകയാണ് നിനക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ എന്ന്. അതിൽ പിന്നെ ഇഫാന് പെട്ടെന്ന് അവളുടെ ക്യാമറ ഓണാക്കി പുറത്തോട്ട് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവന് പറയും നിനക്കെന്താ, നീ എന്താ ചെയ്യുന്നത്, പുറത്ത് വീഡിയോ ആർക്ക് വേണം, എന്നിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിൽ ഇഫാന് പെട്ടെന്ന് ഇവൻ്റെ ഫോട്ടോ എടുക്കും. പിന്നെ ഇവർ സെൽഫിയൊക്കെ എടുക്കുന്നു. അങ്ങനെ ഏകദേശം അവർ ആ ഒരു ടോപ്പിലെത്തി. എന്നിട്ട് ഞാൻ പറയും നമ്മളിപ്പോൾ ടോപ്പിലെത്തിയല്ലേ എന്ന്. അതിൽ ഇഫാനും ഭയങ്കര ആകെ നെർവസ് ആയിക്കൊണ്ട് ഇവനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ചോദിക്കും നീ ആ റൂമർ കേട്ടോ എന്ന്, നിനക്ക് ഈ റൂമറിലൊക്കെ ഇത്ര വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു റൂമറിലേ വിശ്വാസമില്ല, പിന്നെ ഇതിപ്പോൾ നമ്മുടെ കാര്യമല്ലേ, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതും നടക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ട് ഒരു പെട്ടെന്നുള്ളൊരു കിസ്സിങ് ആണ്. ഇവളങ്ങോട്ട് പ്രിപ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ അവൻ അങ്ങോട്ട് കിസ്സ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഇവർ ഭയങ്കര കിസ്സിങ് ഒക്കെ ആയി. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷവും. അങ്ങനെ ഇവർ ആ ഒരു ബിലീവും കൂടി ഇവിടെ സാധിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു കിസ്സിങ് ഇല്ലാത്തത് കൊണ്ട് അവർ പിരിഞ്ഞു പോകണ്ട എന്ന് മാത്രം. ഇനി അതും കഴിഞ്ഞ് അവരുടെ ഡേറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് തന്നെ എത്തി. എന്നാൽ ഇപ്പോഴും യാനിൻ്റെയും ഇഫാൻ്റെ മുഖത്ത് ഇപ്പോഴും ആ നാണം വിട്ടുപോയിട്ട് തന്നെ ഇല്ല. ഇഫാനാണെങ്കിൽ നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഒരു ചെറിയ ബീർ എടുത്ത് കുടിക്കുകയാണ്. എന്നാൽ ഞാൻ തൊട്ടു പിന്നാലെ വന്ന് അവളുടെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവളാണെങ്കിൽ ഇനി അടുത്ത കിസ്സിങ് ആണോ എന്ന് വിചാരിച്ചിട്ട് അതിന് പെട്ടെന്ന് തന്നെ റെഡിയാകുകയാണ്. എന്നാൽ ഞാനാണെങ്കിൽ ഇവളെ കളിയാക്കുകയാണ്. ഇവൻ ബാക്കിലൂടെ അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും നീ എന്താ അടുത്ത കിസ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അതിൽ അവളെ ഞാൻ അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇനി ബെഡിൽ ഉറങ്ങാൻ കിടക്കും. എന്നാൽ ഇഫാൻ ഉറക്കമേ വരുന്നില്ല. അവൾ ഇന്ന് കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ അപ്പോൾ അവർ ഒരു സെൽഫി എടുത്തിരുന്നല്ലോ, ആ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇഫാന് ആ ഒരു ഫോട്ടോ ഇവനെ സൂം ചെയ്തുകൊണ്ട് എല്ലാം ഇങ്ങനെ ഓർത്ത് കിടക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും എത്ര കിടന്നിട്ടും അവൾക്ക് ഉറക്കേ വരുന്നില്ല. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവന് ശരിക്കും വന്ന് അവന് കിസ് ചെയ്യുന്നു എന്നെല്ലാം അവളിങ്ങനെ ഇമാജിൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഏകദേശം ഉറക്കിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് ഇവിടെ പെട്ടെന്ന് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് ആണെങ്കിലോ പണ്ട് ഇവൾ ആ ഒരു ടണൽ വീണ ആ ഒരു സ്ഥലത്ത് അവൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് വരുമ്പോൾ ആരോ ഒരാൾ അവളെ വിളിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തില്ലേ. എന്നിട്ട് അത് ഒരു ഫോട്ടോ ആയിട്ട് ഇവൾക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇത് നീ തന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇത് നിൻ്റെ നമ്പറാണോ എന്നും ചോദിക്കുന്നു. അത് കണ്ടതോടുകൂടി ഇവൾ ആകെ പേടിച്ചു പോയി. അവളുടെ അതുവരെയുള്ള സന്തോഷം എല്ലാം എങ്ങോട്ടോ മാഞ്ഞുപോയി. അവൾ ആ അൺനോൺ നമ്പറിലോട്ട് കോൾ ചെയ്യുകയാണ്. എന്നാൽ ആ അപ്പുറത്ത് എടുത്ത ആൾ അപ്പോൾ നീ തന്നെയാണ്, ഇത് നിൻ്റെ നമ്പറുമാണ് ഇത് എന്ന് ആരോ ഇവളെ ട്രാപ്പിലാക്കിയിട്ട് ആ ട്രാപ്പിൽ ഇവൾ കുടുങ്ങിയതുപോലെ ഒരു ചിരിയും ചിരിക്കുകയാണ്. അതിൽ ഇവൾ ആകെ പേടിച്ചുകൊണ്ട് ആകെ വിറച്ചുകൊണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് ഫോൺ വരെ അറിയാതെ വീഴുകയാണ്. അപ്പോൾ അതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. ഇനി അടുത്ത ദിവസം മറ്റൊരു കാര്യം, ഇവിടെ ബെസ്റ്റി നമ്മുടെ ഗ്രാൻഡ് പാനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗ്രാൻഡ് പാക്കാണെങ്കിലോ ഇപ്പോൾ ആ അസുഖങ്ങളെല്ലാം കുറച്ചുകൂടെ മൂർച്ഛിച്ചിട്ടുണ്ട്. കുറച്ച് അധികം പ്രശ്നങ്ങളും എല്ലാമായിട്ട് ഗ്രാൻഡ് പാ മെൻ്റലിയും ഫിസിക്കലിയും ആകെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ കൊടുത്ത ആ ഒരു ഡോഗ് ഉണ്ടല്ലോ, അതിനോടൊന്നും എന്തോ ഒരു ഇഷ്ടക്കേടൊക്കെ വരുന്നത് പോലെ. ആ ഡോഗാണെങ്കിലോ ഗ്രാൻഡ് പായുടെ പഴയ ഡോഗ് പോലെയല്ല, അതിന് അധികം പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ വീടെല്ലാം ആ ഒരു ഡോഗ് വീടെല്ലാം നശിപ്പിക്കുകയാണ്. അവിടെ ഇവിടെ മൂത്രമൊഴിച്ചിട്ട് ആകെ സ്മെല്ലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാൻഡ് പാ ആ ഡോഗിനെ പുറത്താക്കിയിട്ട് ഡോറും അടിച്ച് ആകെ നിരാശയിലിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ബെസ്റ്റി കയറി വരുന്നത്. അങ്ങനെ ഈ ഗ്രാൻഡ് പാനെ നോക്കുന്ന അങ്കിൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇപ്പോൾ ഈ ബെസ്റ്റിക്കും ഏകദേശം അറിയാം ഗ്രാൻഡ് പാക്ക് വെറും ഡോഗ് മാത്രമല്ല പ്രശ്നം, അല്ലാതെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഡോഗിൻ്റെ മേലെ ആ ഒരു പ്രശ്നം ചാർത്തുകയാണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവൾ സമാധാനിപ്പിക്കുകയാണ് ഗ്രാൻഡ് പാനോട് പറയും നിങ്ങൾക്ക് അതിന് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ നന്നായിട്ട് പരിശീലനമൊക്കെ കൊടുത്തിട്ട് വീണ്ടും കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറയും. പിന്നെ ഇവൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ പണ്ട് ഈ ഗ്രാൻഡ് പാ അതിൻ്റെ ഡോഗിന് കൊടുത്തിരുന്ന ആ ടോയ്സ് തന്നെയാണ് ഈ ഡോഗിനും കൊടുക്കുന്നത്. എന്നിട്ട് അവൾ അത് എടുത്തിട്ട് പറയും ഈ ടോയ്സൊക്കെ പുതിയതാക്കണം. ഇതിങ്ങനെ കണ്ടിട്ടാണ് ഗ്രാൻഡ് പാക്ക് പഴയ ഡോഗിന് ഓർമ്മ വരികയാണ്. ഇനി അതെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ ഡോഗിന് പുതിയ ടോയ്സ് വേണം എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉപദേശിക്കുന്നുമുണ്ട്. പിന്നെ ഈ ഗ്രാൻഡ് പാനോട് പറയും ആക്ച്വലി ഞങ്ങൾക്കറിയാം ഗ്രാൻഡ് പാൻ്റെ അസുഖം എല്ലാം, അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ഇനി ഇതൊന്നും മറച്ചു വെക്കണ്ട. എന്നിട്ട് ആക്ച്വലി ഗ്രാൻഡ് പാക്ക് അറിയില്ലായിരുന്നു, ഇവർക്ക് അറിയുമെന്നുള്ള കാര്യം. പിന്നെ ആ ഒരു അസുഖത്തിനെ പറ്റിയായി ഇവരുടെ സംസാരം.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് പാൻ അവൾ നന്നായിട്ട് ഉപദേശിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ ഭയങ്കര കെയർ ചെയ്യുകയാണ്. അവൾ ഗ്രാൻഡ് പാനോട് പറയും നമ്മൾ ഏതൊക്കെയാണ് മെഡിസിനാണ് കഴിക്കുന്നത്, പിന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ എല്ലാം ഈ ഫോണിൽ ഒരു കുറിപ്പായിട്ട് എഴുതി വെച്ചൂടെ എന്നും അത് റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗ്രാൻഡ് പാ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് പറയുന്നു. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യുക എന്നതുവരെ ഞാൻ മറന്നു പോവുകയാണ് എന്ന് പറയുന്നു. അതൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് പറയുമ്പോൾ ഇവിടെ ബെസ്റ്റിയും ആകെ ടെൻഷനാവുകയാണ്. കാരണം ഗ്രാൻഡ് പായുടെ അസുഖം അത്രത്തോളം വേഴ്സായിട്ടുണ്ട്. അപ്പം എനിക്ക് ബെസ്റ്റിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പിന്നെ ഈ ഗ്രാൻഡ് പാ ഈ ഫോൺ ഉപയോഗിക്കാതെ മറ്റൊരു രീതി ഉപയോഗിക്കുന്നുണ്ട്. അതായത് അന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ബുക്ക് ഇവൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ ആ ബുക്കിൽ പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത് ഒരു നെയിമോട് കൂടി ഒരു സ്ത്രീയുടെ പേര്, അവളുടെ ബർത്ത്ഡേ, അവളുടെ ഇഷ്ടപ്പെട്ട ഫുഡ്, അവളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു നെയിം ചോദിച്ചിട്ട് ഇവൾ ബെസ്റ്റ് ചോദിക്കും ഇത് ആക്ച്വലി ആരാണെന്ന്. അതിൽ ഈ ഗ്രാൻഡ് പാ ഒരു ഫോട്ടോ അതേ ബുക്കിൽ തന്നെ ഒട്ടിച്ച് വെച്ച് ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ ഇവിടെ ഈ ബെസ്റ്റ് ഭയങ്കര സംശയത്തോടെ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കും ഇത് ഗ്രാൻഡ്മയല്ലേ എന്ന്. അതിൽ ഈ ഗ്രാൻഡ് പാ പറയും അതെ ഞങ്ങളുടെ കല്യാണ സമയത്തെ ഫോട്ടോയാണ്. പിന്നെ അവൾക്ക് ഈ നെയിം കൊടുത്തത് അവളെ ഈ ഗ്രാൻഡ് പായുടെ കൂടെ ആയ സമയത്ത് ഗ്രാൻഡ് പാനെ എപ്പോഴും ചിരിപ്പിക്കാനും പിന്നെ അവളും ഒരു ചിരിക്കുടുക്കയായിരുന്നു, ഭയങ്കര സന്തോഷമുള്ള ലൈഫായിരുന്നു. അങ്ങനെ ആ ഒരു ചിരിക്കുന്ന ക്യാരക്ടർ കണ്ടിട്ട് ഈ ഗ്രാൻഡ് പാ കൊടുത്ത ഒരു പേരാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ ഈ നെയിം അവളെ വിളിക്കുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഇനി ഞാൻ ആ ഒരു പേരും കൂടെ മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഒരു നോട്ട്ബുക്കിൽ ഫുള്ളും അവളെപ്പറ്റി ഈ പേരോട് കൂടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതൊക്കെ കണ്ട് ഇവൾക്കും ബെസ്റ്റിക്കും ഭയങ്കര വിഷമം. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഗ്രാൻഡ് പാക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് ഗ്രാൻഡ് മാനെ എന്ന്. എന്നിട്ട് ഗ്രാൻഡ് മാനോടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുകയല്ലേ, അവരെ അറിയിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഗ്രാൻഡ് പാ അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ അവളെ പിടിച്ചിട്ട് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഇവിടെ ഇഫാൻ്റെ ഒരു കാര്യം കാണാം. ഇഫാനെ ഇവിടെ ബെസ്റ്റ് വിളിക്കുകയാണ്. അവളുടെ ഒരുപാട് ദിവസത്തിന് ശേഷം നല്ലൊരു ഹോളിഡേ വന്നിരിക്കുകയാണ് അവർ. അപ്പോൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ആർമാദിച്ചാലോ ഒന്ന് എൻജോയ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബെസ്റ്റ് വിളിക്കുന്നത്. എന്നാൽ ഇഫാൻ പറയുന്നത് അവൾ ഇന്ന് ബിസിയാണ്, കാരണം ഞാനും ഇവളും റിലേഷൻഷിപ്പിലായിട്ട് ഇതുവരെ നല്ലൊരു ഹോളിഡേ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് അവൻക്കും വേണ്ടിയിട്ട് ഈ ഡേ അവൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, അവൻക്കും വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ബെസ്റ്റിക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഇവളുടെ ക്യാരക്ടർ ഇത്രത്തോളം മാറിയിട്ടുണ്ടല്ലോ, നീ ഫുഡ് ഉണ്ടാക്കി അവനക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അവളെ നന്നായിട്ട് കളിയാക്കുന്നുമുണ്ട്. അവളാണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നെ ഇഫാന് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ചൈനീസ് ന്യൂ ഇയർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വീടും എല്ലാം അലങ്കരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു തിരക്കിൻ്റെ ഇടയിലും ബെസ്റ്റി അവൾക്കൊരു ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വരികയാണ് നല്ലൊരു അടിപൊളി വാൾ ഫോട്ടോ. എന്നിട്ട് അവരുടെ ആ ഒരു ഡൈനിങ് ഹാളിലെല്ലാം അത് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കാണുന്ന രീതിയിലെല്ലാം അത് തൂക്കുന്നു. ഈ ബെസ്റ്റ് തന്നെ തൂക്കി കൊടുക്കും. എന്നിട്ട് അവളോട് പറയും അതിലുള്ള ആ 2 പേരുണ്ടല്ലോ അത് നീയും ഞാനും മഞ്ഞിലൂടെ നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവൾ തന്നെ ഇമാജിൻ ചെയ്ത് പറയുന്നുമുണ്ട്. അങ്ങനെ പിന്നെ അവൾ ആ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് അവൾ തിരിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇഫാന് പെട്ടെന്ന് തന്നെ അവനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ വേഗം ധൃതിയിൽ അവന് ജോലി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ തന്നെ ആക്കണം, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഏകദേശം അവളുടെ ജോലിയെല്ലാം കഴിയാനായ സമയത്താണ് ഞാൻ ജോലിയും കഴിഞ്ഞ് വരുന്നത്. എന്നാൽ പെട്ടെന്ന് ഡോറിൻ്റെ അവിടെ തന്നെ പല ഡെക്കറേഷനും എല്ലാം കണ്ടപ്പോൾ തന്നെ അവനക്ക് കാര്യം മനസ്സിലായി, ഇതെല്ലാം അവളുടെ പണിയാണെന്ന്. പിന്നെ അവനും ഇവൾ ചെയ്തത് കൊണ്ട് തന്നെ അവനും ചെറിയ കറക്ഷനൊക്കെ കൊടുക്കുകയാണ്. ഒരു സ്നോൻ്റെ ഫ്ലേക്സിൻ്റെ ഫോട്ടോ ഒക്കെ വരക്കുന്നുണ്ട്. അതായത് ഇവളുടെ പേരിൻ്റെ അർത്ഥം തന്നെ ഒരു സ്നോ അല്ലേ, ഫസ്റ്റ് ഫ്രോസ്റ്റ്. അപ്പോൾ അതിലൊരു സ്നോ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവനും അതിൽ ഒരുപാട് സ്നോൻ്റെ ആ ഒരു ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് വീട്ടിലോട്ട് വരുമ്പോൾ ഇവൾ ഭയങ്കര സന്തോഷത്തോടെ നീ എത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സ്വീകരിക്കുന്നുണ്ട്. ഇവളെ മുഖത്താണെങ്കിലോ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇവനും പറയും ഒരുപാട് കാലത്തിന് ശേഷം നിനക്ക് നല്ലൊരു ഹോളിഡേ കിട്ടിയതുപോലെ ഉണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളും അത് സമ്മതിക്കും. എന്നിട്ട് പറയും ഞാൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കഴിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കും നീ ഫുഡ് ഉണ്ടാക്കിയേ, അതും എനിക്ക് വേണ്ടിയിട്ടോ ഇത്ര അധികമോ എന്നൊക്കെ പറയും. അവനും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവനെക്കുറിച്ച് അങ്ങോട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ ഇവൾ പണ്ട് സ്ലീപ്പ് വാക്കിങ്ങിൻ്റെ സമയത്ത് ഇവനക്ക് ഒരുപാട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിരുന്നല്ലോ, ആ ലൈറ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവരുടെ ആ ഒരു ടേബിൾ മേൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിന്നർ തന്നെ ആക്കി മാറ്റും. അവന് ഭയങ്കര ടേസ്റ്റോട് കൂടി തന്നെ അത് കഴിക്കുകയും ചെയ്യും, ഇവളെ കഴിപ്പിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുക്കലും അങ്ങനെയെല്ലാം. അതിൻ്റെ ഇടയിലാണ് ഇഫാന് പറയുന്നത് ഈ ഒരു ലൈറ്റ് കണ്ടിട്ട് പറയും ആക്ച്വലി ഈ ലൈറ്റൊന്നും എനിക്ക് സ്ലീപ്പ് വാക്കിങ്ങിൻ്റെ സമയത്ത് യൂസ്ഫുൾ ആകില്ല, ഞാനിങ്ങനെ ഉറക്കത്തിൽ നടക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഇല്ല എന്നൊക്കെ മനസ്സിലാകുക, എന്നാലും അത് യൂസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും നീ എനിക്കും വേണ്ടിയിട്ട് അതെല്ലാം ഇങ്ങനെ ചെയ്ത്
തന്നത്. എനിക്കെന്തോ ഭയങ്കര ടച്ചിങ് ആയിരുന്നു ആ സമയത്ത്, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അവൾ പറയും, ആക്ച്വലി നിൻ്റെ കൂടെ ഈ റിലേഷൻഷിപ്പിലായതിന് ശേഷം എനിക്ക് സ്ലീപ്പ് വാക്കിങ്ങിൽ നല്ല കുറവുണ്ടല്ലേ, എൻ്റെ ടെൻഷനെല്ലാം എൻ്റെ പ്രഷറെല്ലാം എനിക്ക് മിനിമലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ പറയും. പിന്നെ അങ്ങോട്ട് അവൾ സംസാരിച്ച് ആ ഇമോഷണൽ മറ്റൊരു രീതിയിലോട്ട് പോവുകയാണ്. പിന്നെ അവൾ കരയാൻ തുടങ്ങും. അവളുടെ ആ ഒരു പണ്ടത്തെ അവൾ ഒറ്റപ്പെട്ട ആ ഒരു ദിവസങ്ങളും അവൾക്ക് ഈ അസുഖങ്ങൾ വരാനുണ്ടായ സാഹചര്യങ്ങളും എല്ലാം ഓർത്തിട്ട് ഭയങ്കര കരഞ്ഞ് കണ്ണീര് ചാടുന്നൊക്കെ ഉണ്ട്. പിന്നെ അവൾ ആ ഒരു ഇമോഷണലിൽ തന്നെ പറയുകയും ചെയ്യാണ്, ഞാൻ എത്ര തന്നെ നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും എത്ര നിന്നെ വിഷമിപ്പിച്ചിട്ടും നീ എന്നെ കൈവിടാതെ എന്നെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നീ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടല്ലേ, അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു. അതിൽ ഇവൻക്കും ഭയങ്കര വിഷമാകും. പിന്നെ ഇവനും ഭയങ്കര ഹാർട്ട് ടച്ച് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, നീ ഇനി എന്തൊക്കെ ചെയ്താലും നീ ഇനി എങ്ങോട്ടൊക്കെ പോയാലും ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല, ഞാനും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അവനും ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്നിട്ട് അവളുടെ കണ്ണുനീരെല്ലാം അവന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ പറയും, നീ ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിന്നാലേ ഞാൻ വീണ്ടും നിൻ്റെ കൈമേലൊക്കെ ബട്ടർഫ്ലൈസിനെ വരക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പണ്ട് ഇവളിങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവളുടെ കയ്യിലൊരു മാർക്ക് കണ്ടപ്പോൾ ഇവൻ അങ്ങനെ ചെയ്തു കൊടുത്തില്ലേ. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കിയുള്ള സമയം ഒരു മൂവി കാണല്ലേ, നല്ലൊരു അടിപൊളി മൂവി ഇറങ്ങിയിട്ടുണ്ട്, അത് കാണാമെന്ന് പറയുമ്പോൾ ഇവൻക്കും ഭയങ്കര സന്തോഷം. പിന്നെ ഇവൾ പറയും, എനിക്ക് നിൻ്റെ കൂടെ മൂവി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇവൾ തന്നെ മൂവി എല്ലാം സെറ്റ് ചെയ്യും. ഇവൻ ആ ഒരു സമയം കൊണ്ട് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ മൂവി സെറ്റ് ചെയ്ത് ഇനി കാണാൻ വാ എന്ന് വിളിക്കും. അവന് വരുന്നു. എന്നിട്ടിങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ അവൻ ചോദിക്കും, വല്ല ഹൊറർ മൂവിയാണോ എന്ന്. അതിൽ ഇവൾക്ക് അറിയാം അവൻക്ക് ഹൊറർ മൂവി ഇഷ്ടമല്ല, അത് പേടിയാണെന്ന്. പക്ഷേ ഇവനൊന്ന് കളിയാക്കാൻ വേണ്ടി പറയും, നിനക്ക് ഹൊറർ മൂവിയാണല്ലോ ഇഷ്ടം, എന്നാൽ നമുക്ക് അത് ഇടാം, ഇത് വേണ്ട എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. എന്നിട്ട് ഞാൻ പറയും, ഹൊറർ മൂവി ഒന്നും വേണ്ട, അത് നമുക്ക് അടുത്ത ടൈം കാണാം, ഇപ്പോൾ ഇത് കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരൊരു ചെറിയ കളിയൊക്കെ കളിക്കുന്നുണ്ട് അതിൽ. അങ്ങനെ വീണ്ടും അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ മൂവി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇഫാൻ്റെ ഫോണിലോട്ട് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ തുരാ വന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഡിസ്റ്റർബൻസ്. പിന്നെ അവൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്ത് നിന്നും മാറി ഒന്ന് പ്രൈവറ്റായിട്ട് വായിക്കുമ്പോൾ അത് ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഒരുപാട് ഓഡിയോ അയച്ചിരിക്കുകയാണ്. അതായത് ഇവളുടെ അച്ഛൻ്റെ ഫാമിലി, ഇഫാൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലാണല്ലോ ആ ഒരു ആൻറ്റി, ഇവളെ ഉപദ്രവിക്കുന്ന ആൻറ്റി ഉള്ളത്. ആ ആൻറ്റി ഇപ്പോൾ ഇവരുടെ വീട്ടിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ അമ്മയുടെ അടുത്ത് നിന്ന് ഒരുപാട് കാശൊക്കെ ചോദിക്കുകയാണ്, അവരുടെ മകൻ്റെ കല്യാണമാണത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അച്ഛനെയും അച്ഛൻ്റെ കുടുംബക്കാരെയും ഈ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ട വർത്തമാനമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഇവിടെ ഇഫാൻ എന്തോ ഭയങ്കര വിഷമം, കാരണം അച്ഛനെ പറയുകയാണല്ലോ, അതിനും വലുത് അവളെ വിഷമിപ്പിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ. അവളത് ജസ്റ്റ് കേൾക്കുക എന്നല്ലാതെ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്നാൽ പിന്നെ ഇവൻക്ക് യാന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നാൽ ഇവൾ പ്ലേ ചെയ്യുന്ന ഓഡിയെല്ലാം ഇവനും കേൾക്കുന്നു. ഇവൻ അതിനെപ്പറ്റി ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവസാനം ഇവന് പറയും, അല്ല നമ്മൾ മൂവി കാണണ്ടേ എന്ന്. അതിൽ പിന്നെ അവൾ ആദ്യത്തെ ഒരു ഉഷാറൊന്നുമില്ലാതെ അവൻ്റെ അടുത്തോട്ട് വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ ആദ്യം ഇരുന്നത് പോലെ ഒന്നുമല്ല, ആ ഒരു സന്തോഷമൊന്നുമില്ല, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടാണ്. അവൾ ആലോചിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ ആൻറ്റി അവർ മറ്റൊരു നാട്ടിലായിരുന്നല്ലോ, അപ്പോൾ അവർ വീണ്ടും ഈ ഒരു നാട്ടിലോട്ട് വന്നോ, എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുകയാണ്. എന്നാൽ ഇവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇവളെ ഇങ്ങനെ ഒന്ന് മൂടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവളുടെ അടുത്തോട്ട് വന്നിരിക്കും. എന്നിട്ട് വെറുതെ പറയും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് മൂവി കാണുക നല്ലതെന്ന് പറയുമ്പോൾ അവളുടെ മൂഡ് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അവൾ കേട്ട പാതി കേൾക്കാത്ത പാതി, എന്നാൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത മൂഡിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഇവനാണെങ്കിലോ പെട്ടെന്ന് ഇവൾ അങ്ങോട്ട് എണീറ്റ് പോയതോടുകൂടി ഒന്ന് എന്താ മനസ്സിലാകാതെ നിൽക്കുകയാണ്. അങ്ങനെ അവൾ ഫ്രൂട്ട്സും ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഇവരുടെ അടുത്ത മെസ്സേജ്. ഇവൾ ഫോണൊന്നും എടുക്കാതെ തന്നെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഈ ന്യൂ ഇയർ, അതായത് ചൈനീസ് ന്യൂ ഇയർ ആണല്ലോ, ആ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ചോദിക്കുകയാണ്. എന്നാൽ അവൾ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല, നേരെ ഇവൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നു. പിന്നെ ഒരുപാട് സമയം അവൾ അങ്ങനെ ആ ഒരു മൂകമായ അവസ്ഥയിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് അവസാനം അവൾ ഓപ്പണപ്പ് ആവുകയാണ്. എന്നിട്ട് ഞാനോട് ചോദിക്കും, ഈ ന്യൂ ഇയർ ആയിട്ട് എന്താ അവൻ്റെ പ്ലാൻ എന്ന്. അതിൽ അവനക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, നീ ഇഫാനോട് നിനക്ക് വീട്ടിലോട്ട് പോകുന്നുണ്ടോ, നീ അവരുടെ അമ്മയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് പറയും. അതിൽ ഇവനും പിന്നെ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. അതിൽ പിന്നെ അവളുടെ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം ഇവനോട് തുറന്ന് പറയുകയാണ്. ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് ഫാദറിനായിട്ടൊന്നും ഇവൾ വലിയ റിലേഷൻഷിപ്പിലല്ല, പിന്നെ അച്ഛൻ്റെ മരണശേഷം പെട്ടെന്ന് തന്നെ അമ്മ വേറെ കല്യാണം കഴിച്ചു പിന്നൊക്കെ ആ ഒരു കാര്യം പറയും. ആ ഒരു സമയത്താണ് ഞാൻ ഓർക്കുന്നത് ഇവരുടെ അച്ഛൻ്റെ ആ ഒരു പാർട്ടി ഉണ്ടല്ലോ, ഫ്യൂണറൽ പാർട്ടി,
ആ ഒരു സമയത്ത് ഇഫാൻ്റെ അമ്മ ഇഫാനുമായിട്ട് സംസാരിക്കുന്നത് ഇവന് കേട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഫാദർ, അന്ന് സ്റ്റെപ്പ് ഫാദർ ആയിട്ടില്ല, ഈ അമ്മയുടെ ഫ്രണ്ട്, അച്ഛൻ മരിച്ച ആ ഒരു പാർട്ടിക്ക് അമ്മ ഈ ഫ്രണ്ടിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അച്ഛന് വയ്യാതായ സമയത്ത് ഈ അങ്കിള് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അപ്പോൾ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇവളെ നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ ഇവളാണെങ്കിൽ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ ഒരു ദിവസമല്ലേ, അവൾക്ക് ഇതൊന്നും ഓർക്കാനേ പറ്റുന്നില്ല. എന്നാൽ അമ്മ ഇങ്ങനെ അവളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു. അതെല്ലാം ഇവിടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ വേറെ വീട്ടിലോട്ട് താമസം മാറി. എന്നാൽ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടില്ല, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു. മുത്തശ്ശി മരിച്ചതിന് ശേഷം പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ, ആ ഒരു സമയത്താണ് ഞാനും നീയും ഒരേ സ്കൂളിലായത്. പിന്നെ ഞാൻ ഇവളോട് ചോദിക്കുകയാണ് ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ അതിനെപ്പറ്റി. ഇവൻ നേരിട്ട് കണ്ടതാണല്ലോ അന്ന് അവർ ആ പാർട്ടിക്കിടയിൽ ഇവളോട് ഭയങ്കര റോഡായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇഫാന് ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററിനെ നന്നാക്കി പറയുകയാണ്. അതായത് അവൾക്ക് ഒന്നും അങ്ങനെ ചെയ്ത് ശീലമില്ല, അവൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുകൊണ്ടാണ് അവൾക്ക് എങ്ങനെ പെരുമാറുക എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. പിന്നെ അവൾ എൻ്റെ പോലെ അല്ലല്ലോ വളർന്നത്, അവളുടെ കൂടെ എല്ലാവരും എപ്പോഴുമുണ്ട്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എല്ലാവരും അവളെ സഹായിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നാക്കി ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് ഇവഎനിക്ക് തീരെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. പക്ഷേ ഇവനെ അപ്പോൾ അതിനൊന്നും പറയുന്നില്ല. പകരം അവളിങ്ങനെ വിഷമിച്ചുകൊണ്ട് ആകെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇഫാനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ ടൈറ്റാക്കി പിടിച്ചത് കൊണ്ട് തന്നെ അവൻ പറയും, നീ ഒന്നുകൂടെ വണ്ണം വെക്കണം കേട്ടോ, നിൻ്റെ എല്ലാം എൻ്റെ മേൽ കുത്തിയിട്ട് വയ്യ, ഭയങ്കര വേദന എന്ന് പറയുന്നു. ഇവളുടെ ഒരു മൂടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ചിരിപ്പിക്കുകയാണ്. അതിൽ അവളും പറയും, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ടെന്ന്, നീ മാത്രമാണ് എന്നെ ഇങ്ങനെ വണ്ണമില്ലെന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നു. അതിൽ പിന്നെ അവരുടെ ആ ഒരു സംസാരം ഒരു കളിയും ചിരിയിലോട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞ് അവളെ ഒന്നുകൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ ഒരുപാട് ഉപദേശം കൊടുക്കുകയാണ്. ഇവളോട് എന്നും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറയുകയാണ്. പിന്നെ അവളുടെ പഴയ കാര്യങ്ങളെല്ലാം മറക്കുക, ഇനി ഈ വീട് ഇന്ന് മുതൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവരും ഞാൻ അടക്കം നിൻ്റെ സ്വന്തമാണ്, എനിക്കിനി ആരുമില്ലെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്, പിന്നെ എല്ലാം മറന്ന് നല്ല കുട്ടിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കണം. പിന്നെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ അവൾക്ക് എല്ലാം കിട്ടിയെന്നും വിചാരിച്ചിട്ട് നിനക്കും നിൻ്റെ ലൈഫിൽ നിനക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം കിട്ടണം, ആർക്കും വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക, ഭയങ്കര ഇങ്ങനെ കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുക. അതിൽ അവൾക്കും ഭയങ്കര വിഷമം വരും. എന്നിട്ട് ഇവനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹഗ് ചെയ്യുന്നു. എന്നിട്ട് അവൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ഇതുവരെ അവൾക്ക് ആരും ഇങ്ങനെ അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ലല്ലോ. പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ കിട്ടിയപ്പോൾ അവളുടെ വികാരങ്ങളും ആ ഒരു ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെ കരയുകയാണ്. എന്നിട്ട് അവരുടെ ആ ഒരു രംഗം കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. പക്ഷെ ഒരു ചെറിയ കാര്യം, അതായത് ഇവർ ആ ഒരു ഫെറിക് വീലിലും എല്ലാം കറങ്ങി വന്നിട്ട് ഇവിടെ ഇഫാൻ ഉറക്കമില്ലാത്ത അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ രാത്രി ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയായിരുന്നു യാനിൻ്റെതും. ഞാനും അവൾ ആലോചിക്കുന്നത് പോലെ പല കാര്യങ്ങളും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവൾക്ക് ഇവർ തമ്മിലെടുത്ത ആ ഒരു സെൽഫി ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെടുത്ത ഇവളെ അറിയാതെ അവനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നോക്കി അങ്ങനെ ഓർക്കുന്നുണ്ട്. അതായത് ഇവനിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് ഇവളെ നിൽക്കുമ്പോൾ ഇവളാണ് ആക്ച്വലി ഇവൻ അറിയാതെ ഫോട്ടോ എടുത്തതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിന് മുന്നേ തന്നെ അവളെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇഫാൻ അറിയാതെ. അതിന് ശേഷമാണ് ഇവനറിയാതെ ഫോട്ടോസ് എടുക്കുന്നത്. എന്നാൽ അത് ഇവന് കണ്ടിട്ടുണ്ടെന്ന് മാത്രം. അങ്ങനെ ആ രംഗങ്ങളും എല്ലാം കാണിക്കുന്നു. എന്നിട്ട് അതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അന്ന് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് നമുക്കറിയാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.